ഐശ്വര്യ, ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയതായി ഇപ്പോൾ വരുന്നൊരു വാർത്ത, രാഹുൽ ഈശ്വറിന്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കാൻ ഇറങ്ങിയ രാഹുൽ ഈശ്വർ വീണ്ടും ജാമ്യത്തിന് ശ്രമിച്ചിട്ട് CJM കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചില്ല. ഇന്ന് ജാമ്യം അനുവദിക്കാനായി വീണ്ടും CJM കോടതിയെ സമീപിക്കുമെന്ന് വാർത്തയുണ്ടായിരുന്നു. ഏതായാലും സമീപിച്ചു. രാഹുൽ ഈശ്വറിന് ജാമ്യം ഇല്ല എന്നൊരു വാർത്തയുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആ വാർത്ത എത്തിയിട്ടില്ല. എന്താണ് നമുക്കറിയാൻ കഴിയുന്നത്? ചേട്ടാ, CJM കോടതിയിലായിരുന്നു. ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയതാണ്. 2 ദിവസത്തേക്ക് കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ കൊടുത്തതായിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ട്, അതായത് സെഷൻസിൽ ജാമ്യാപേക്ഷ മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം CJMൽ ജാമ്യത്തിനായിട്ട് അപേക്ഷിച്ചത് എന്നുള്ളതാണ് ഈ ജാമ്യം തള്ളിയതിൽ പ്രത്യേക കാരണമായിട്ട് ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന നാളെയാണ് വാദം സെഷൻസിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കേസ് ഇരിക്കെ തന്നെ CJMൽ വീണ്ടും ഒരു കേസ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ CJMൽ പെറ്റീഷൻ ഫയൽ ചെയ്തതുകൊണ്ടാണ് എന്നാണ് അതിൽ കൃത്യമായിട്ടും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ജാമ്യമില്ല ആൾക്ക്. ജാമ്യമില്ലാത്തതിന് കുറച്ച് കാരണങ്ങൾ കൂടി അവർ നിരത്തുന്നുണ്ട്. സെഷൻസിൽ മറച്ചു വെച്ചു എന്നുള്ളത് മാത്രമല്ല, പോലീസിനോട് യാതൊരു വിധത്തിലും അദ്ദേഹം സഹകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് അദ്ദേഹം നിരാഹാരം അങ്ങനെ പല രീതികളിലായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ പുള്ളിക്കാരൻ ഒരു രീതിയിലും സഹകരിക്കില്ല എന്ന് പബ്ലിക്കായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ ഇതിന് എന്തായാലും വേണം, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും അദ്ദേഹം ഫോൺ കൊടുക്കാൻ തയ്യാറാവുന്നില്ല, ലാപ്ടോപ്പ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ലാപ്ടോപ്പ് പിടിച്ചെടുത്തു എന്ന് പറയുന്നു, പക്ഷേ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല അദ്ദേഹം. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇപ്പോഴും കണ്ടിന്യൂസ്ലി വീഡിയോസ് വരുന്നു എന്നുള്ളതാണ് കോടതിയുടെ മറ്റൊരു നിരീക്ഷണമായിട്ട് പറയുന്നത്. അതായത് ലാസ്റ്റ് വീഡിയോ വന്നിട്ട് 5 ദിവസത്തിന് മുന്നെയാണ്. നമ്മൾ ആ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ, ചാനൽ നോക്കിയാൽ 5 ദിവസത്തിന് മുമ്പാണ് ലാസ്റ്റ് വീഡിയോ വന്നിരിക്കുന്നത്. പക്ഷേ റീൽസും ഷോർട്സും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ചാനൽ ഇപ്പോഴും റണ്ണിങ് ആണ്. ഒരു 2 ദിവസം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം അകത്ത് കിടക്കുമ്പോൾ പോലും ചാനൽ പ്രവർത്തിക്കുന്നു. വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ചാനൽ പ്രവർത്തിപ്പിക്കുന്നു. മനുഷ്യനെ എങ്ങനെ പുറത്തിറക്കിയാൽ അദ്ദേഹം ഇതിനേക്കാൾ അപ്പുറം വാർത്തകൾ ചെയ്യും എന്ന് തന്നെ. വാർത്തകൾ ചെയ്യില്ല എന്നുള്ളൊരു കാര്യം പറയുന്നില്ല, ഒരു രീതിയിലും പോലീസിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, അത് കാണുന്നത് ഈ പറയുന്ന ആരോപിതയായിട്ടുള്ള ആൾക്കാർക്കെതിരെ എന്തും ചെയ്യാൻ മനസ്സുള്ള ഒരാളാവും, പിന്നെ എന്ത് ചെയ്യും? പക്ഷേ അദ്ദേഹം പറയുന്നതിൽ, അദ്ദേഹം ഇപ്പോൾ അതിജീവിതയുടെ പേര് പറഞ്ഞു ഇല്ല, അതിനൊന്നും തെളിയിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ പറ്റണം എന്നുണ്ടെങ്കിലും ചോദ്യം ചെയ്യലിനോട് അദ്ദേഹം സഹകരിക്കണം. അതിന് അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ നീണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും സെഷൻസിൽ നാളെ കേസ് എടുക്കും. അത് മറച്ചു വെച്ചുകൊണ്ട് CJMൽ ചെന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുന്നതിനുള്ള കാരണം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ സെഷൻസിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനുള്ള വകയില്ലാത്ത രീതിയിലാണ് ഇന്നത്തെ വിധിന്യായം വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു രീതിയിലും സഹകരിക്കാത്ത ഒരാളെ എന്തൊക്കെ കാരണം പറഞ്ഞാണ് തള്ളിയിരിക്കുന്നത്? അതിന്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത് സെഷൻസിൽ മറച്ചു വെച്ചുകൊണ്ട് CJMന് അപ്പിയർ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫോൺ ഹാജരാക്കാൻ തയ്യാറാവുന്നില്ല അദ്ദേഹം. പോലീസിന് എന്താ പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ലേ? പിടിച്ചു വാങ്ങാൻ അത് എവിടെയാണെന്നും കൂടി അറിയണമല്ലോ ചിലപ്പോൾ. അല്ലെങ്കിൽ ഭാര്യയുടെ കൈവശം എങ്ങനെയാണെന്നുള്ളത് അറിയില്ലോ. പിന്നെ ലാപ്ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പ് പിടിച്ചെടുത്തു എന്ന് പറയുന്നു, പക്ഷേ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് അദ്ദേഹം കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പിന്നെ 15 ഇടവിട്ടെന്നോളം അദ്ദേഹത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഷോർട്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഓൾസോ പുള്ളിക്കാരൻ പബ്ലിക്കിനോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴും ആൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഞാനിത് ആവർത്തിക്കും, ഞാൻ ഇനിയും പുറത്തിറങ്ങി ചെയ്യും എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഞാനിത് തന്നെ ചെയ്യും, ഇത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്നില്ല. അത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ന്യായം, അദ്ദേഹത്തിൻ്റെ ശരി അതായിരിക്കും. നിരാഹാരത്തിലാണെന്ന് പറയുന്നു. എന്തായാലും നാളെ ഇത് സെഷൻസ് എടുത്താലും ജാമ്യം കിട്ടാനുള്ള വക ഇത് വെച്ച് നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷേ അതെ, പക്ഷേ അതിൽ വേറൊരു വശം കൂടി നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ പറയേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വറിനെ പിടിച്ചോണ്ട് പോയേക്കുന്ന രീതിയിൽ സെഷൻസിൽ നാളെ വാദം നടക്കുന്നു. CJMൽ ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം CJMൽ അപ്പിയർ ചെയ്തതെന്ന്. അപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന നാളത്തെ വരെ ടൈം കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ നാളെ എന്തായാലും നോർമലി അവിടെ ഒരു വാദം നടക്കും. അതിന് ഓവർകം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും CJMൽ വന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഇങ്ങനൊരു വിധി വന്നതെന്ന് പറയുന്നു. മറച്ചു വെച്ചു എന്നുള്ളതൊരു കുറ്റകരമായിട്ട് തന്നെ കാണിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. പക്ഷേ അല്ലാതെ അതിനപ്പുറം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അദ്ദേഹം വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരിച്ചൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന് കുടുങ്ങാനുള്ള വകയും ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. എന്നുവെച്ചാൽ ഒരാൾക്ക് നോട്ടീസ്, അറസ്റ്റിന് മുന്നേ നോട്ടീസ് കൊടുത്തിട്ട് മാത്രമേ ഏതൊരു വ്യക്തിയെയും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിനെ ഇല്ലീഗലായിട്ടാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. നോട്ടീസ് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങളിലും. അത് വയലേറ്റ് അത് പക്ഷേ അദ്ദേഹത്തിനുള്ളത് കുറെ ലുക്കൗട്ട് നോട്ടീസ് വരെ ഇറക്കി കഴിഞ്ഞു. അത് നോട്ടീസ് കൊടുത്തില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഓരോ അറിയില്ലാത്തതുകൊണ്ടല്ലല്ലോ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്താണെന്നുള്ളത് അറിയില്ല, അത് വിദഗ്ധർ തന്നെ പറയേണ്ടി വരും. എന്തായാലും രാഹുൽ ഈശ്വർ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ടും ജുഡീഷ്യലിൻ്റെ വിധിന്യായങ്ങൾ ഒരുപാടുണ്ട്, നോട്ടീസ് കൊടുക്കാതെ വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനെ അറസ്റ്റായിട്ട് കാണാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. അതുമായിട്ട് സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ നമ്മൾ പുറത്ത് വിടുന്നതാണ് അധികം. ഇപ്പോൾ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അങ്ങനെ കുറേ വിധിന്യായങ്ങളിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് നോട്ടീസ് കൊടുത്തതിന് ശേഷമേ അറസ്റ്റ് ചെയ്യാവുള്ളൂ. പക്ഷേ രാഹുൽ ഈശ്വറിനെ ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നോട്ടീസ് കൊടുത്തിട്ടില്ല, ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റിക്കൊണ്ട് പോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ കൊണ്ടുപോയത് നമ്മൾ നോർമലി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും, പക്ഷേ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയത് പോലീസ് ക്യാമ്പിലേക്കാണ്. അതായത് CCTV സർവൈലൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്. അതെ, അപ്പോൾ ഒരിക്കലും CCTV സർവൈലൻസിൽ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കല്ലല്ലോ ഒരു പ്രതിനെ അറസ്റ്റ് ചെയ്തിട്ട് ചേട്ടന് വന്ന് ഏതെങ്കിലും 2 പോലീസുകാരെ വിളിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ എല്ലാ രീതിയിലും വയലേഷനാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ട് തിരിച്ചൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാവം പിടിച്ച പോലീസുകാരുടെ പണി പോകുന്നുള്ള കാര്യം, ഇത് കളിപ്പിച്ചതാരാണോ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അവരുടെ പാവങ്ങളായിട്ട് നിന്ന് പണിയെടുത്ത ഈ സാധാരണ പോലീസുകാർക്ക് പണി കിട്ടാനുള്ള എല്ലാ വകുപ്പുകളും വരുന്നുണ്ട്. അതെ, അല്ലെങ്കിൽ എപ്പോഴും ഇരയാകാനായിട്ട് പാവം പിടിച്ച കുറച്ച് ചെറിയ പോലീസുകാരുണ്ടാവുമല്ലോ, താഴെ തട്ടിലുള്ള കുറച്ച് പോലീസുകാരുണ്ടാവും. ഹയർ റാങ്കിലുള്ള ഓഫീസേഴ്സൊക്കെ രക്ഷപ്പെട്ടു പോകും. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം അവരുടെ രാഷ്ട്രീയ വിരോധമുള്ളവർ ഈ ഒരു അറസ്റ്റ് നാടകം ഉണ്ടാകുന്നുണ്ട്. പോകുന്നിടത്ത് പോവുക, ഒരു പട്ടാളം പോലെ പോലീസ് ചെല്ലുക, മുതലൊരു റെയ്ഡിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാക്കുക, അതെല്ലാം അവിടെ കൊണ്ടുപോയ രീതിയൊക്കെ ഭയങ്കര നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് രാഹുൽ ഈശ്വർ. എനിക്കൊരു കാര്യത്തിൽ ഒബ്ജക്ഷൻ ഉണ്ട്. കാര്യം രാഹുൽ ഈശ്വർ ഇത്തിരി അതിര് കടന്നുപോയി എന്നൊരു സംശയമുണ്ട്. ആണുങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം വാദിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമ്മൾ കണ്ട ഒരു സംഘടനയുടെ അജിത് കുമാറൊക്കെ അല്ലാതെ വേറെ ഏതെങ്കിലും ആണുങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? ആണുങ്ങൾക്ക് ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ആണിനെ ഒരു പെണ്ണ് പഴിചാരുമ്പോൾ ഈ ആണുങ്ങളെല്ലാം കൂടെ ആ ആണിനെ എതിരാവുകയാണ് ചെയ്യുന്നത്. അവരെല്ലാം പരിശുദ്ധന്മാരാവുകയും അവനെ കുറ്റാരോപിതനാക്കുകയും ചെയ്യും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ വിഷയത്തിൽ ആ കാണിച്ചതെല്ലാം ചെറ്റത്തരം തന്നെയാണ്. പക്ഷേ ഈ ചെറ്റത്തരത്തിനെ ക്രൂശിക്കുന്നവരെല്ലാം തെറ്റുകാർ തന്നെയാണ്. ഈ കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാവരും നമുക്ക് എടുത്തു പറയാൻ ആരുണ്ട്? ഒരു 10 പേര് എൻ്റെ അറിവിൽ, ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എൻ്റെ അറിവിൽ 10 പേരും ഉണ്ട്. എന്നിട്ടാണ് ഒന്നും അറിയാത്ത പോലെ പണ്ടൊരു പഴഞ്ചൊല്ല് പറയും, മുതുകിൽ വെച്ചിട്ട് ഭ്രഷ്ടത്തിയിരിക്കുന്നവരെ കുറ്റം പറയുന്നത്. അതേപോലെയുള്ള ടീമുകളാണ് കുറ്റം പറയുന്നത്. അതുപോലെയാണ്. അപ്പോൾ ഇവിടെ രാഹുൽ ഈശ്വർ മനസ്സിലാക്കാനുള്ളത്, രാഹുൽ മാങ്കൂട്ടത്തിന് ഇദ്ദേഹം സപ്പോർട്ട് കൊടുക്കുന്നതായി കാണിക്കുകയാണെങ്കിൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ഒരു പട തന്നെയുണ്ട്. ഈശ്വരനെ സംരക്ഷിക്കാൻ അങ്ങനെ ഒരാൾ. ഇത് ചിലപ്പോ രസകരമാണ് ശരിക്കും ഒന്നോർത്ത് കഴിഞ്ഞാൽ. കുറ്റം ചെയ്തു എന്ന് പറയുന്ന ഈ പറയുന്ന ആള് പുറത്ത് സപ്പോർട്ട് ചെയ്ത ആള് സംസാരിച്ച ആളകത്താണ്. ഇത് ഒരു സൂചനയാണോ എന്ന് സംശയമുണ്ട്. കാര്യം രാഹുൽ മാങ്കൂട്ടമേ, നിങ്ങൾക്കുള്ളൊരു സൂചനയാണ്. നിനക്ക് വേണ്ടി സംസാരിച്ച ഒരുത്തൻ അകത്ത് കിടക്കുകയാണ്, അവനെ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്, നീ സൂക്ഷിച്ചോ, നിന്നെ പൊക്കിയാലും നിന്റെ ഗതി ഇതായിരിക്കും എന്ന് കാണിക്കുന്നതാണോ എന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത് സ്വാഭാവികമായി ഉണ്ടായിരിക്കും. അറസ്റ്റ് ചെയ്ത പോലെ ആയിരിക്കില്ല ഒരിക്കലും രാഹുൽ. അല്ല, ഇതൊരു രാഷ്ട്രീയ പിൻബലം ഉണ്ടാകും. പാർട്ടിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മുടെ സർക്കാർ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഇത് ഇവര് എലീന ഇങ്ങനെ ഓടിച്ചിടുന്ന പോലെ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടാമതൊരു കേസ് കൂടെ ഉണ്ടല്ലോ. രണ്ടാമതൊരു കേസ് കൂടെ വന്നിരിക്കുന്ന ആ കേസ് കുരുങ്ങാൻ സാധ്യതയുണ്ട്. കാര്യം ഈ നമ്മൾ രാഹുൽ ഈശ്വറിന്റെ കാര്യമാണ് പറഞ്ഞെങ്കിൽ ഇതുകൂടെ പറയേണ്ടി വരും. കാര്യം ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് നാളെ അത് വീണ്ടും പരിഗണിക്കും, കേസ് പരിഗണിക്കും. കാര്യം ആ രണ്ടാമത്തെ പെൺകുട്ടി ആരോപണമുണ്ടായിരിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ ഇവന്റെ പാരൻസ് കല്യാണം, ഈ യുവ MLA ആൾക്കാർ വീട്ടുകാർ കല്യാണം ആലോചിച്ച് പോയിട്ടുണ്ട്. കല്യാണം ആലോചിച്ച് ആ വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് ഇയാൾ നേതാവല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒന്നുമല്ല. അങ്ങനെ അവരന്ന് ആ കല്യാണം ഒന്ന് വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പോൾ കല്യാണം കഴിച്ചു തരാൻ പറ്റില്ല. നമ്മളെ ഇന്ത്യൻ റുപ്പി സിനിമയൊക്കെ കണ്ടില്ലേ, അതുപോലെ ഒരു ചോട്ടാ നേതാവാണ്. ഇന്ത്യൻ റുപ്പിയല്ല, മറ്റേ ഇന്ത്യൻ പ്രണയകഥ എന്ന് പറഞ്ഞ ഫഹദിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അതുപോലെ ഒരു ചോട്ടാ നേതാവാണല്ലോ. ആ ചോട്ടാ നേതാവിനെ അന്ന് പറഞ്ഞയച്ച ശേഷം പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇദ്ദേഹം ഒരു നേതാവായി മാറുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കല്യാണം കഴിക്കലായിരുന്നില്ല. അതൊക്കെ വളരെ തെളിവുകളായിട്ട് വരും. കാര്യം ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും വിളിച്ച് ചോദ്യം ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അമ്മയും ചോദ്യം ചെയ്യും. ആ അതെല്ലാം തെളിവല്ലേ, വീട്ടിൽ വന്ന് വീട്ടുകാർ സംസാരിച്ചെന്നൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് ആ കേസ് കടുക്കും. കാര്യം അതുപോലെ ഒരു അവിവാഹിതയായ 23 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ്. നമ്മുടെയൊക്കെ മക്കളുടെ പ്രായം, എൻ്റെയൊക്കെ മക്കളുടെ പ്രായമുള്ള എൻ്റെ മക്കളെക്കാളും ജൂനിയറായ ഒരു കുട്ടിയാണ്. അപ്പോൾ അതൊക്കെ ഒരു കടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു യഥാർത്ഥ, ഞാൻ പറയട്ടെ, ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന അച്ഛനും അമ്മയും മക്കളെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാരും ഇങ്ങനെ ആര് ഈ ആരോപണം പറയുന്നവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും സ്വന്തം കാര്യം വരുമ്പോൾ ഇവരൊക്കെ എങ്ങനെ തിരിച്ച് പ്രതികരിക്കുന്നുള്ള മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അച്ഛൻ, അമ്മ, മക്കൾ, സ്വന്തം മകൾ, സ്വന്തം മകൻ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ എങ്ങനെയായിരിക്കും? അപ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ അവരെല്ലാം തിരിച്ചാവും.
സ്വന്തം കാര്യം വരുമ്പോൾ തിരിച്ചാകും. ഇതിപ്പോ ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യം കാര്യങ്ങളിൽ വരുമ്പോൾ നിയമവശങ്ങളൊക്കെ ഇതിന്റെ എടുത്തില്ല. എല്ലാ വശങ്ങളിലേക്കും നമുക്ക് അറിയില്ലല്ലോ ചേട്ടാ. ഓരോരുത്തർ ആരോപിക്കുന്നത് ആണ്. പുറത്ത് വരുന്ന കാര്യങ്ങൾ പക്ഷെ ഇത് ആരോപണം എന്ന് പറയുന്നത് ചുമ്മാ പറയുന്നതല്ലല്ലോ. ഇപ്പൊ ഫെനി നൈനാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതിനകത്ത് പെട്ടതാണ്, അയാളും കൂടെ കൊണ്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫെനി നൈനാൻ പറഞ്ഞ പച്ചക്കള്ളം. പറഞ്ഞതുപോലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ 23 വയസ്സുള്ള പെൺകുട്ടി ഛോട്ടാ നേതാവായിരുന്ന സമയത്ത് പെണ്ണാലോചിച്ച് എന്ന് പറയുന്നു. ഈ 5 വർഷക്കാലങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേരളത്തിലൊന്നും അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം 5 വർഷത്തിന് മുമ്പ് അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം ഒന്നുമല്ല. 5 വർഷത്തിന് മുമ്പെന്ന് പറയുമ്പോൾ 18 വയസ്സ് തികയണതിന് മുമ്പേ കല്യാണം ആലോചിച്ച് തന്നു പെണ്ണെ. അല്ല, അങ്ങനെയല്ല. 1 വർഷത്തിന് മുമ്പ് നടന്ന കാര്യം. അദ്ദേഹം ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നാ ആയത്? 1 കൊല്ലം അല്ല, 2 കൊല്ലം 3 കൊല്ലം ആവത്തേ ഉള്ളൂ. 2 കൊല്ലം. ഈ MLA ആയിട്ട് 1 കൊല്ലം. അതിനു മുമ്പ് 1 കൊല്ലത്തിന് മുമ്പല്ലേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത്? പ്രസിഡന്റ് സെലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് 1 കൊല്ലം ആവേ ഉള്ളൂ. അപ്പോൾ അത് പറയുന്നത് കള്ളാവില്ലേ? എന്നോട് പറഞ്ഞത് വ്യക്തമായ സോഴ്സോട് തന്നെയാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പം CGM കോടതി രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഇതിപ്പോൾ നാളെ ഇനി ഒന്നുകൂടെ അല്ലേ സ്പെഷ്യൽ സെഷൻസ് കോടതി വീണ്ടും ഈ കോടതി എടുക്കുന്നതാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് തള്ളിയ സ്പെഷ്യൽ കോടതിയിലേക്കാണ് ഇനി വരാൻ പോകുന്നത്, വീണ്ടും വരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തള്ളുകയല്ല ചെയ്തത്. ശരിക്കും അവർ കസ്റ്റഡി ചോദിച്ചിരുന്നു. 5 ദിവസത്തെ കസ്റ്റഡി കൊടുത്ത് ചോദ്യം ചെയ്യാനായി 5 ദിവസം 3 ദിവസം ചോദിച്ചിരുന്നു. പക്ഷെ അത് പറ്റില്ല എന്ന്. പക്ഷെ അവർക്ക് വേണ്ടത് കിട്ടിയിട്ടില്ല. അവർ 2 ദിവസത്തേക്കാണ് അനുവദിച്ചിരുന്നത്. ആ 2 ദിവസം പൂർത്തിയാകുന്നത് നാളെയാണ്. അപ്പൊ സെഷൻസ് വീണ്ടും ആ കേസ് എടുക്കും. പക്ഷെ അവർക്ക് വേണ്ടതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അവർ വീണ്ടും ആവശ്യപ്പെടും, ഞങ്ങൾ കസ്റ്റഡിയിൽ വേണം.